ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പുറംഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയ പീസസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് നേരം ഉപ്പും വിനീഗർ ഇട്ടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്കിനി കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. തലേദിവസം ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഈ വറുക്കുന്ന ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇട്ട് വറുത്തെടുക്കുകയാണ്. നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മുടെ എണ്ണയ്ക്ക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ഇനി ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു ചിക്കൻ പീസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു ഈ ഒരു എമൗണ്ടിന്. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്താൽ മതി കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ വിനീഗറും ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ തട്ടുകടയിൽ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ അത്യാവശ്യം മുരിഞ്ഞ് വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.